ഹായ് ഹായ്. വെൽക്കം ബാക്ക് ടു ബ്ലാക്കീസ് വ്ലോഗ്. എത്ര കാലം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത് ഇതൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇവള് ചുമ്മാ ഒരു താളത്തിൽ പറഞ്ഞതാ. നമ്മളിതിങ്ങനെ എപ്പോഴും പറഞ്ഞ് ശീലിച്ചോണ്ട് അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല. ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്നതാ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വ്ളോഗുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ വലിയ ഞാനിങ്ങനെ പോകുമ്പോൾ മറ്റ് പ്രോഗ്രാമുകളുടെ കാര്യമല്ലാതെ എന്നോട് അധികം ആരും അങ്ങനെ അയ്യോ വ്ളോഗ് കണ്ടു അങ്ങനെ അധികം പറയാറില്ല. പക്ഷെ ഇവളെപ്പോൾ പോയാലും ഇവൾ എന്നോട് എപ്പോഴും വിളിച്ചു പറയും, എടി അവർ വിളിച്ച് അവർക്ക് നമ്മുടെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, വ്ളോഗിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കുറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇവളിങ്ങനെ എന്നോട് പറയുമ്പോൾ എന്ന് ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതായിരിക്കും എന്നൊക്കെ ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. സത്യമായിട്ടും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എവിടെ പോകുമ്പോഴും പ്രോഗ്രാംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അളിയൻസ് കാണാറുണ്ട്, സൂസു കാണാറുണ്ട്, മറ്റേതോ ജന്മകൽപ്പനയിൽ കാണാറുണ്ട്. പിന്നെ എന്താ നിങ്ങളിപ്പോൾ വ്ളോഗ് ചെയ്യാത്തത് എന്ന് ലാസ്റ്റ് എന്താണെങ്കിലും ആ ഒരു ചോദ്യം വരും, എന്താണ് നിങ്ങൾ വ്ളോഗ് ചെയ്യാത്തത്, ചെയ്യാറുന്നില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ അടുപ്പിച്ച് അപ്പം നമ്മളെ കാണുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലേ. ഞാനോടത്ത് ഞങ്ങളുടെ ബ്ലാക്കീസ് ഗ്രൂപ്പിലുള്ള ഞങ്ങളോട് ഇഷ്ടമുള്ള കുറച്ച് പേരെ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഉള്ളവരോടായിട്ട് പറയാണ്, അത് ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അത് ചോദിക്കുന്നതുകൊണ്ട് പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഞങ്ങളുടെ സൈഡിൽ നിന്നും വ്ളോഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. താൽക്കാലികമായി ഞങ്ങളതങ്ങ് നിർത്തി. അപ്പോൾ ചോദിക്കും അതെന്താ അങ്ങനെ നിർത്തിയത് എന്ന് ചോദിക്കും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളിത് ഈ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൊറോണയുടെയൊക്കെ ടൈമിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാത്ത പോലെയൊക്കെ തോന്നി, ഞങ്ങൾക്ക് ഒരുമിച്ച് കുറച്ച് സമയം വേണം എന്നൊക്കെ തോന്നിയത് കാരണം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്, ഞങ്ങളുടെ ഒരു സ്ട്രെസ് റിലീഫിനൊക്കെ വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ്. അല്ലാതെ ഇതിൽ നിന്നൊരു ഏണിങ് ഉണ്ടാവണം, ഇത് ഞങ്ങളുടെ ഒരു ജീവനോപാധി ആവണം എന്നൊന്നും നമ്മൾ എവിടെയും സങ്കല്പിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാക്കി ചെയ്യണം എന്നൊന്നും ഒട്ടും ഉണ്ടായിട്ടില്ല. അല്ല, നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവണം എന്നുള്ള സംഗതിയിലൊന്നും ചെയ്തതല്ല. അതുപോലെ തന്നെ വരുമാനം വലിയ കാര്യമായിട്ട് കിട്ടിയില്ല, ചെയ്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ സ്റ്റൈലിൽ തന്നെ ഇങ്ങ് പോന്നപ്പോഴാണ് മനസ്സിലായത്, ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗമുണ്ട്. ഇതൊരു തൊഴിലായിട്ടും ഇതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന, വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വ്ളോഗിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് തന്നെ ഒരു ചമ്മൽ തോന്നിത്തുടങ്ങി, നമ്മൾ എന്താണ് ഈ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ കാര്യം മാത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പം അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് അതങ്ങ് നിർത്തിയത്. അത് മാത്രമല്ല കേട്ടോ, മഞ്ജു ഭയങ്കര ബിസിയാണ്. അതെന്താ പറയാത്തത്? നിന്റെ ബിസി പറയാത്ത എന്താന്ന്? അത് ഈ ബിസി ആയതുകൊണ്ടാണ് ഞാൻ ബിസി ആക്കിയത്. ഇവളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് മുന്താണി ഇട്ടിട്ടുണ്ട്. ഒരു സാരിയുടെ ഒരു ബിസിനസ്സാണ്, മുന്താണി എന്നാണ് എൻ്റെ ബ്രാൻഡ് നെയിം. അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം ഒന്നല്ലട്ട മോനെ, നല്ല പൈസ കിട്ടുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട് അവളുടെ ബിസിനസ്. ഞാനും 2-3 പ്രൊജക്റ്റുകളിൽ തിരക്കിലാണ്. അത് രണ്ടാമത്തെ വിഷയം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് അത്യാവശ്യം ചിലവുണ്ട്. അതെ, തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം ചിലവുണ്ട്. യാത്രകൾ, സ്റ്റേ, പിന്നെ നമ്മൾ ഒരു ദിവസം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന വേണ്ട, തൽക്കാലത്തേക്ക് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലിരിക്കുവാണേ. വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമുക്കിങ്ങനെ കൊക്കോ പുഴു നൊത്തിച്ചു തുടങ്ങി, നുളഞ്ഞു തുടങ്ങി. കുറച്ച് നാൾ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നേ. കാരണം ഞങ്ങളുടെ ക്വാളിറ്റി ടൈം ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പോലെ. എത്ര നാളായെന്ന് പറയും, ഞാൻ ഇവളിപ്പോ വ്ളോഗ് ഉണ്ടാകുമ്പോഴത്തേക്കും മാസത്തിൽ ഒരു 3 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച്, 3 ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. ഇതിപ്പോ 2 മാസം 3 മാസം കഴിഞ്ഞാൽ എനിക്ക് മഞ്ജുവിനെ കാണാൻ തന്നെ പറ്റണത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ വ്ളോഗ് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന്, ഈഗോ ക്ലാഷ് ഉണ്ടോയെന്നൊക്കെ. കാരണം എന്നോടത് പേഴ്സണലി എൻ്റെ വളരെ അടുത്ത
ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ചോദിച്ചിട്ടുണ്ട്, എന്നോടും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിമിയായിട്ട്. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് കാണാതാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് കുറവാണ്, റീൽസും കൂടി ഇടാൻ പറ്റുന്നില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അതിനും കാരണമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അങ്ങനെ ഒരു സംരംഭമായിരുന്നു ഈ ബ്ലാക്കീസിൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞത്. അത് അത്യാവശ്യം നല്ല അങ്ങനെ ഒരു സംരംഭം നല്ല ഹൈപ്പിലേക്ക് എത്തി. അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടായി. അത് പങ്കിടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തിൽ നിന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ച് അതും കൂടി ഇങ്ങോട്ട് കൈക്കലാക്കാനൊക്കെ നോക്കുമ്പോഴാണ് നമ്മളുടെ ഇടയിൽ പ്രശ്നങ്ങൾ. മിക്കവാറും സൗഹൃദങ്ങളുടെ ഇടയിൽ പൈസ ബിസിനസ് വരുമ്പോഴാണ് ആ സൗഹൃദം അവിടെ മുറിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് പങ്കിടാൻ പൈസയില്ല, അങ്ങനെ കൂട്ട ബിസിനസ്സും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പൈസയുടെ കണക്കുകൾ ഞങ്ങൾ തമ്മിലില്ല. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ വലിയ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഞങ്ങളുടെ ഇടയിലില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇപ്പോഴും പണ്ടത്തെ അതേ വൈബിൽ ഞങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അടുത്ത് വരാനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് രണ്ടാമത്തെ മാറ്റർ. പിന്നെ ഇപ്പം ഞങ്ങളിങ്ങനെ ഇതെല്ലാം നിർത്തി ഇങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ പറഞ്ഞില്ലേ, ഒരു വിഷമം. രാവിലെ എഴുന്നേൽക്കുന്നു, കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, ഷൂട്ടിന് പോകുന്നു, അവള് പിള്ളേരെ വിടുന്നു, ഇങ്ങനൊരു ഡെയിലി ഇങ്ങനെ റിപ്പീറ്റഡ് റുട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും സന്തോഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. മറ്റത് ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം, അതായത് ഒരു വ്ളോഗ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അടുത്ത മാസം ഇനി എപ്പോഴായിരിക്കും, അപ്പൊ ആ അടുത്ത മാസത്തേക്ക് വേണ്ടിയുള്ള തന്നെയല്ല ഒരു മാസത്തെ മുഴുവൻ സ്ട്രെസ്സും ടെൻഷനും സങ്കടവും രഹസ്യങ്ങളും കുശുമ്പും എല്ലാം ഞങ്ങൾ ആ 2-3 ദിവസം എവിടെയെങ്കിലും കൊണ്ടിട്ട് അങ്ങ് തീർക്കും. ഇനി ഒരു കാര്യം പറയാൻ പോകുന്നത് ഞങ്ങളുടെ തീരുമാനമല്ല, നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാൻ കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ ആലോചനയിൽ വന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളിപ്പോൾ ഈ വ്ളോഗൊക്കെ തൽക്കാലം നിർത്തിയ സാഹചര്യത്തിൽ ഒരു വെബ് സീരീസ് അങ്ങ് തുടങ്ങിയാലോ എന്നുള്ള ചെറിയൊരു ആലോചന. അതോ അത് വേണോ, അല്ലെങ്കിൽ ചെറിയ 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 സിംഗിൾ കഥകൾ വേണോ, വീഡിയോസ് ഒരു 12-15 മിനിറ്റൊക്കെ ഉള്ള ഒരു കുഞ്ഞു ചെറിയ കഥകളുള്ള വീഡിയോസ്, ഇതിൽ ഏതെങ്കിലും ഒന്നും ചെയ്യണമെന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പം എന്താന്ന് വെച്ചാൽ വെബ് സീരീസിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി ടെൻഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു ഞണുങ്ങ് കഥകൾ ഞങ്ങളാണല്ലോ അഭിനയിക്കുന്നത്, ഞങ്ങൾ തന്നെയാണല്ലോ ഇതിൻ്റെയൊക്കെ പുറകിൽ. അപ്പോൾ നമ്മൾ വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ബാഹുബലി ഒന്നും പ്രതീക്ഷിക്കരുത്. ഞങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിൽ വരുന്ന കുഞ്ഞു കഥകൾ, ആനമുയലുട്ടകം അങ്ങനെയൊക്കെയുള്ള കഥകളെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. എന്താണെങ്കിലും ഞങ്ങളത് ചെയ്യണമെന്നില്ല. അപ്പം ഞങ്ങൾ വെബ് സീരീസ് എന്ന് പറയുമ്പോഴേ കുറച്ചും കൂടി ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അത്രയൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പം അങ്ങനെ കാശ് മുടക്കാനുള്ള പറ്റില്ല. അപ്പം ഞങ്ങൾ ചെറിയ കഥകൾ, ചെറിയ കുഞ്ഞു കഥകൾ, ഒരു 12 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പാകത്തിനുള്ള കഥകളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അഭിപ്രായം പറയണം. അതുപോലെ തന്നെ കഥ, തിരക്കഥ, സംഭാഷണം ഒക്കെ സംവിധാനമൊക്കെ ഞങ്ങൾ തന്നെയായിരിക്കും. ഞങ്ങളുടെ കൂടെയുള്ള പളിയൻസിലെ ADs, അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റൻസും ക്യാമറയിലുള്ള പിള്ളേരും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അസിസ്റ്റൻസ് ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ട ചർച്ച ആൾക്കാരും ഫെമിലിയറെ വെറുതെ അല്ല, വരിയിലെ ആൾക്കാര്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ അവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തി ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം എല്ലാവർക്കും ഫ്രെയിമിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അമ്മമാര്, അങ്ങനെയൊക്കെയുള്ള പല ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ തീരുമാനം. പക്ഷെ അതിനും വേണം ദുട്ട്, അതിനും വേണം പൈസ. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ചെറിയ സ്പോൺസേഴ്സിനൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ, നിങ്ങളുടെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ സന്തോഷം. പിന്നെ വെളിച്ചെണ്ണ, കടുക്, മുളക് അങ്ങനെയൊക്കെയുള്ള വല്ല സ്പോൺസറിങ്ങോ
അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഞങ്ങളിങ്ങനെ കഥയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് 1-2 വൺലൈനൊക്കെ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഇതിൻ്റെ അഭിപ്രായം പറയുന്നതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്ര. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയണം അല്ലേ? അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പോയിട്ട് കഥയുടെ കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ എഴുതിയൊക്കെ വെക്കട്ടെ. ഇപ്പൊ ഒരു മുന്നോടിയായിട്ട് 2-3 വീഡിയോസ് ഞങ്ങൾ ഇതേപോലെ വർത്താനം പറഞ്ഞ് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ വിശേഷങ്ങൾ വേറെ കുറച്ചൊക്കെ പറയാനുണ്ട് നിങ്ങളോട്. അതും കൂടിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസിന് നമ്മൾ താൽക്കാലികമായിട്ട് വൈൻഡപ്പ്. ഈ താൽക്കാലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതും ഒത്തില്ലെങ്കിൽ ഞങ്ങൾ വ്ലോഗിലോട്ട് വരും. അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പോകാൻ ഇഷ്ടമില്ല സത്യത്തിൽ. നിങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് തമ്മിൽ കൂടാൻ വേണ്ടിയല്ല അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങളും വിശേഷങ്ങളും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ടാറ്റാ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.